ഞങ്ങൾ ഈ പോകുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വെറും 10 മിനിറ്റ് മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. കേരളത്തിലെ ഏറ്റവും ദിവ്യവും പൗരാണികവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. വാമനനും മഹാബലി രാജാവും കണ്ടുമുട്ടിയ കഥ ഇവിടെ തന്നെയാണ് നടന്നതെന്ന് വിശ്വാസം. തൃക്കാക്കരയുടെ മറ്റൊരു മഹത്വം ഇവിടെ തന്നെ ഒരു പുരാതന ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. വിഷ്ണുവിൻ്റെയും ശിവന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു അപൂർവ സ്ഥലമാണിത്. ക്ഷേത്രത്തിനകത്തൊരു ശാന്തമായ കുളം കൂടിയുണ്ട്. പഴമയുടെ പാരമ്പര്യം നിറഞ്ഞ ഈ കുളം തൃക്കാക്കരയുടെ ആത്മീയതയെ കൂടുതൽ ശക്തമാക്കുന്നു. ഓണം എന്ന ഫെസ്റ്റിവലിൻ്റെ ആത്മാവ് തന്നെ തൃക്കാക്കരയാണ്. അത്തം മുതൽ തിരുവോണത്തേക്ക് 10 ദിവസം നീളുന്ന ഉത്സവത്തിൻ്റെ ഒരുക്കം ഇവിടെ നടക്കുന്നു. പഞ്ചവാദ്യം, കഥകളി, ഓട്ടംതുള്ളൽ, ഓണസദ്യ, ദീപാരാധന. ക്ഷേത്രം മുഴുവൻ സന്തോഷവും സംഗീതവും നിറയുന്നു. വാമനൻ്റെയും മഹാബലിയുടെയും കഥയെ ഓരോ വർഷവും ഓർമ്മിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെയും ശിവന്റെയും അനുഗ്രഹം ഒരുമിച്ചുള്ള ഒരു പുണ്യസ്ഥലം തൃക്കാക്കര ടെമ്പിൾ, ഡിവൈൻ ലാൻഡ് ഓഫ് വാമന ആൻഡ് മഹാബലി. ഇത് വസന്ത്. അവിടെ ചെണ്ടവാദ്യം അഭ്യസിക്കാൻ അവൻ തുടങ്ങിയിരിക്കുന്നു. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. രാവിലെ തന്നെ കിട്ടിയൊരു ഡിവൈൻ കെയർ, അതിൻ്റെ ഫീല് ഞങ്ങളുടെ ഫേസിൽ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പാടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. വിശപ്പിൻ്റെ ഊക്കിൽ അത് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ആ ഡിവൈൻ കെയറോടുകൂടെ തന്നെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ കൂടെ എടുത്ത് ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെ അവസാനിപ്പിച്ചു.